ക്ഷേത്രത്തിൽ വെച്ച് പഞ്ചാക്ഷരി മരിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്നവർ മരിച്ചുകൊണ്ടിരിക്കുക. അന്യദേശവാസികൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് പൂജകൾ നിർത്തിവെക്കാം. എന്താ ഈ പറയുന്നത്? പൂജകൾ നിർത്തിവെക്കാനോ? തിരുമേനി, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ചുടുകാടായി മാറും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? എടാ, ഇപ്പോ തന്നെ ക്ഷേത്രത്തിന്റെ വാതിൽ കൊട്ടയടക്കിയേ. എന്താടാ, എന്തു പറ്റി? അണ്ണൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പോയായിരുന്നു. അകത്ത് ഭയങ്കര ശബ്ദം കേൾക്കുക. എന്തോ അകത്തുനിന്ന് ഒരു ഗർജനം പോലെ. ക്ഷേത്രത്തിനകത്ത് പോകുന്നതിന് പേടിയായിരിക്കാ. അതേണ്ണ, ഞങ്ങൾ പറയുന്നത് സത്യമാ. നിധി എടുക്കുന്നത് സാധാരണ കാര്യമല്ല. ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. നിധി എടുക്കണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. വരുത്തണം അവനെ. നീ പേടിക്കണ്ട. എന്റെ സിദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല. നിന്റെ കയ്യൂക്കുകൊണ്ട് ഇതുവരെ പല കാര്യങ്ങളും നീ ചെയ്തു തീർത്തു. പഞ്ചാക്ഷരിയെ നീ കൊന്നു. അങ്ങനെ ക്ഷേത്രവും നീ പൂട്ടിച്ചു. ഇതുവരെ എല്ലാ കാര്യവും വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിന്റെ ശക്തിയും എന്റെ സിദ്ധിയും ഒന്നിച്ചാൽ മാത്രമേ നിധി നിനക്ക് സ്വന്തമാക്കാൻ കഴിയൂ. ഹണി, ജനനം മുതൽ മരണം വരെ എന്റെ പഞ്ചാക്ഷരിക്ക് എല്ലാമായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ച അവള് ജനിച്ചത്. അതുകൊണ്ട് അവൾക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടി. അവസാനം ആ ദേവി തന്നെ അവളെ കൊണ്ടുപോയി. വാ പോകാം. മോളെ, അമ്മാവാ, അമ്മാവാ. മുത്തശ്ശ, മുത്തശ്ശ. മോനെ, ഈ കുട്ടിയെ കാണുമ്പോ നമ്മുടെ പഞ്ചാക്ഷയെ പോലെ തോന്നുന്നുണ്ടല്ലേ? അതേ മോനെ, അവളെ പോലെ തന്നെയുണ്ട്. അല്ല അമ്മാവാ, ഈ കുട്ടിയുടെ പേര് ഹണി. സിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അതെയോ? വാ മോളെ, അകത്തേക്ക് വാ, അകത്തേക്ക് വാ. വരൂ. വാ. എന്റെ അമ്മച്ചോ,
ഉറക്കത്തിൽ കിടന്ന് നമ്മളെ വിളിച്ചെഴുന്നേപ്പിച്ച് 4 നാരങ്ങ എടുത്തോണ്ട് ഗോലി കളിക്കാനാണോ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശിവന് വട്ടാ. കുണ്ടലീ നമഃ, ക്ഷുദ്രായ നമഃ, ഘോരായ നമഃ, സ്വാഹ. ഡാ, ഇതെന്താടാ 4 3 അതിന്റെ വഴിക്ക് പോയി, ഈ ഒരെണ്ണം മാത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ തന്നെ നിൽക്കുന്നു. ഓഹോ, അങ്ങനെ നോക്കി നിൽക്കാതെ അവിടെ പോയി കുഴിക്കണം. ഓം കുണ്ടലീ സ്വാഹ, ഓം രുദ്രായ സ്വാഹ. എന്താണോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? കൊലുസിന്റെ ശബ്ദമാടാ. നിധി എടുക്കുന്ന സമയത്ത് കൊലുസിന്റെ ശബ്ദം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആര്? എന്റെ അപ്പൻ. അതേടാ, ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ ധൈര്യശാലികളാ. കൊലുസിന്റെ ശബ്ദമല്ല, അണുബോംബ് വീണാലും ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. നീ കുഴിക്കടാ. കുഴിക്കണം. ഇവൻ എന്തേ കുളത്തിൽ കൊറ്റക്കാലിൽ നിൽക്കുന്ന പോലെ പാതിരാത്രിക്ക് നിന്ന് തപസ് ചെയ്യുന്നത്? സ്വാഹായ നമഃ, ഓം ഭദ്രായ നമഃ, ഓം പ്രാർത്ഥിക്കണേ നമഃ, ഓം സമ്മിശ്രായ നമഃ, ഓം മഹാരുദ്രായ നമഃ, ഓം ഹോരസായ നമഃ, ഓം സ്കർഷായ നമഃ, ഓം സർവശക്തായ നമഃ, ഓം സർവകായ നമഃ, ഓം സർവഘോഷിതേ നമഃ, സിദ്ധായ നമഃ, ഓം അഘോരബന്ധായ നമഃ. ഏത് തന്തയ്ക്ക് പറക്കാത്തവനെ ഈ സമയത്ത് ഞാൻ പോയി നോക്കിട്ട് വരാം. അളിയ കഥ തുറക്ക്. ഈ അളിയനകത്ത് എന്തെടുക്കുവാടാ? അളിയ, ആ പഞ്ചാക്ഷരി പ്രേതമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. പ്രേതമായിട്ട് വന്നെന്നോ? ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും വിഗ്രഹം കണ്ട് പേടിച്ചതായിരിക്കും നീ, അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം നേള് കണ്ട് തന്നെ പേടിച്ചതായിരിക്കും. ഞാൻ കണ്ടതാളിയ. ഇറങ്ങി പോടാ. ഞാനും പഞ്ചാക്ഷരി. ഒന്ന് സന്തോഷിക്കാൻ സമ്മതിക്കില്ല. പോടാ. അവനൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പണി കിട്ടുമ്പോ പഠിച്ചോളും. നാശങ്ങൾ വന്നോളും. നീ എന്താണ് പറ്റിയത്? ശാരദേ, ശാരദേ, ശാരദ, എന്താ പറ്റിയത്? പറയ, എന്താ പറ്റിയെന്ന് പറ. എടാ ബാബുരാജേ, കഴിവരുടെ മന എവിടെ പോയി കിടക്കടാ? ബാബുരാജേ, എല്ലാവരും എവിടെ പോയി തോക്കടാ? ആരാത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നീയോ? നീയോ? നിന്നെ നീയിപ്പം മരിച്ചില്ലേ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ?
കൊന്നു. പറയടാ, നിന്നെ കൊല്ലാതെ ഞാൻ എങ്ങനെ മരിക്കും? എന്നെ കൊല്ലുമെന്നോ? ഇടി പഞ്ചാക്ഷരി, ജനങ്ങൾ ദേവിയായി പൂജിച്ച നിന്നെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അഗ്നിക്കിരയാക്കി ഭസ്മമാക്കി കളഞ്ഞവനാണ് ഞാൻ. ക്ഷേത്രത്തിൽ നീ കൊന്നത് എന്നെയല്ലടാ, എന്റെ ശരീരത്തെയാ. എന്റെ കണ്ണിൽ പകയാളി കത്തുകയാ. അത് നിന്റെ മരണം കണ്ടിട്ട് മാത്രമേ അടങ്ങൂ. ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഭയപ്പെടുത്താനല്ല, നശിപ്പിക്കാനാ. നശിപ്പിക്കുമെന്നോ? അതും എന്നെയോ? എന്നെ നശിപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ ജീവൻ ഞാൻ എടുത്തു. നിന്റെ മകളെ അമ്മയില്ലാത്ത അനാഥ കുഞ്ഞാക്കി ക്ഷേത്രത്തെ ചുടുകാടാക്കി. ഇനി ആ അപൂർവനിധി ഞാൻ തന്നെ സ്വന്തമാക്കും. അത് തടയാൻ ആര് ശ്രമിച്ചാലും അവരെ വെട്ടി നുറുക്കി കൊല്ലും ഞാൻ. കൊല്ലും നീ പറയുന്നുണ്ടല്ലോ. എന്താ കൊല നിനക്ക് മാത്രമേ അറിയൂ? വെട്ടി നുറുക്കാൻ ഒരു വാളും അത് പിടിക്കാൻ ഒരു കൈയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. നിന്നെ പോലുള്ള നരാധവന്മാരെ കൊല്ലാൻ വേണ്ടിയാടാ ഞാൻ ഇപ്പൊ പുനർജനിച്ചു വന്നത്. നീ എന്നെ കൊല്ലുമെന്നോ? ഞാൻ നരനല്ല, നരരൂപം പൂണ്ട രാക്ഷസനാടി. പഞ്ചാക്ഷരി എന്നത് വെറും ഒരു സ്ത്രീ ജന്മമല്ലടാ, പഞ്ചഭൂതങ്ങളുടെ ശക്തിയാ. ആ ശക്തിയുടെ മുന്നിൽ നീ ഒരു പുഴുവ. അഗ്നിയോട് കളിച്ചാൽ ചാരം ബാക്കിയുണ്ടാവും, പക്ഷേ എന്നോട് കളിച്ചാൽ നിന്റെ ചാരം പോലും ബാക്കിയുണ്ടാവില്ലടാ. നീ ദുഷ്പ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്തിയ ക്ഷേത്രം വരുന്ന ദുർഗാഷ്ടമിയുടെ അന്ന് നിന്നെ കൊന്ന് നിന്റെ ചോര കൊണ്ട് ശുദ്ധീകരിക്കും. അസുരന്മാരെ വധിച്ച അസ്ത്രം ഒരു കയ്യിലും, ദുഷ്ടന്മാരെ നിഗ്രഹിച്ച വാൾ മറ്റൊരു കയ്യിലും, ഒരു കയ്യിൽ മഴുവും മറ്റൊരു കയ്യിൽ ഗദയും, ശംഖൊരു കയ്യിലും ചക്രം വേറൊരു കയ്യിലും ഏന്തി എന്നെ എവിടെ വെച്ച് കൊന്നുവോ നിന്നെയും അവിടെ വെച്ച് ഞാൻ കൊല്ലും. എടാ, ദുർഗയെ നിന്ദിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. നിന്റെ നെഞ്ചിൽ ഞാൻ ത്രിശൂലം ആഴ്ത്തും. ഇത് സത്യം.